നിഷ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിഷ ആ സീൻ അത് അതേപടി അങ്ങ് വിട്ടിട്ട് നിഷ ഇതാണ് നിഷയുടെ കഥ. അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഇടയിൽ നിഷമാർ ഇഷ്ടം പോലെ ഉണ്ട് ആക്ച്വലി. അതായത് ഫസ്റ്റ് ചൈൽഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, വീട്ടിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്ത് ഭയങ്കര സീരിയസ് ആകാൻ ഫോഴ്സ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നിഷ പോലുള്ള ആൾക്കാർ. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സാധാരണ അവർ പെട്ടെന്ന് ആരെ അടുപ്പിക്കില്ല, കാരണം അവർക്ക് ഇതിനുള്ള സമയമില്ല ഒന്നാമത്. പിന്നെ അവരങ്ങനെ അറ്റൻഷൻ ക്രേവ് ചെയ്ത് നടക്കുന്ന ആൾക്കാരല്ല. നിഷ, ഞാൻ പറഞ്ഞില്ലേ, നിഷ ഈ പയ്യനുമായിട്ട് ക്ലോസ് ആയിരുന്ന സമയത്ത് പോലും പാട്ട് ക്ലാസ്സിനും അതിനും ഇതിനൊക്കെ ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ വിശ്വാസ്യതയെ വഞ്ചിച്ചുകൊണ്ട് ഒരാൾ വന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് ശരിക്കും പറഞ്ഞാൽ നിഷ അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞതുകൊണ്ട് നിഷ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നത്തെ സമയത്ത് നിഷയ്ക്ക് ചിലപ്പോൾ അതിരുന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും സങ്കടമാണെന്നുള്ളത് നിഷയ്ക്ക് ഇപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോഴത്തേക്കും അത് മനസ്സിലായിട്ടുണ്ടാകാം. ഇത് കാണുന്ന നിഷമാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അന്ന് അനുഭവിച്ച ആ വേദന അത് ചിലപ്പം നിങ്ങൾ ആരോടും പറഞ്ഞു കാണില്ലായിരിക്കും. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവർ എന്തുമാത്രം റെസ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് ഇരിക്കുക എന്നുള്ളത്. കാരണം ഈ പറയുന്ന ആൾക്കാർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ അതായത് നിങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി വന്നാൽ നിങ്ങളോട് പറയാണ് നീ സ്ട്രോങ് ആണ്, നീ ഭയങ്കര സ്മാർട്ടാണ്, അതുകൊണ്ട് നിനക്കിതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു കത്തി എടുത്ത് നമ്മുടെ നെഞ്ചിലോട്ട് കുത്തി തറച്ചിട്ട് അവസാനം വലിച്ചെടുത്തിട്ട് പറയണം ഇത് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവും, നിന്റെ ബോഡി സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് നേച്ചറൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റീസ് ആണ് നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ആ ക്വാളിറ്റീസ് ആണ് നിങ്ങളെ എപ്പോഴും ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ ചൊല്ലി അല്ലെങ്കിൽ അതിനെ കരുവാക്കി യൂസ് ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിക്കുകയോ അഡ്വാൻറ്റേജ് എടുക്കുകയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളെപ്പോഴും ലൈഫിൽ എന്താ പറയണ്ട മുന്നേറി പോകത്ത് മാത്രമേ ഉള്ളൂ. കാരണം നിൽക്കുന്ന ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ മോറൽസും പ്രിൻസിപ്പിൾസും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു നിശയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ യുൽ ഗോ മൈൽസ് അഹെഡ്.